ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഈദ് മുബാറക്. അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് ഫൈസൽക്കയും വാപ്പിച്ചിയും ഇക്കാക്കയും കൂടി പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ പള്ളിയിലേക്ക് പോണതിന് മുമ്പ് എന്തെങ്കിലും ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചി രാവിലെ തന്നെ എണീറ്റ് പഴംപൊരിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് അവർ പള്ളിയിലേക്ക് പോയത്. ഈദ് മുബാറക് പഞ്ചൂസ്. ഈദ് മുബാറക്. ഈദ് മുബാറക് ഒന്നും പറയണില്ല, നല്ല ഉറക്കത്തിലാണ്. പെരുന്നാകാശം കൊണ്ടുപോയോ? ഈദ് മുബാറക്. വരുന്നുണ്ട്. ഈദ് മുബാറക്. ആശാരിക്ക് പിടിക്കണോ? പഞ്ചൂന്റെ പല്ലേക്ക് എടുത്തോളാം. പല്ല് പല്ല് ഉമ്മച്ചിയെ പഞ്ചൂനില്ലാട്ടാ. ചോപ്പ് വേണോ പച്ച വേണോ? പച്ച തരട്ടെ. രണ്ടെണ്ണ. രണ്ട് 100 പൈസ എടുത്ത് കൊടുക്ക്. 100 പൈസ കൊടുത്താ മതി. ഇല്ലാത്ത പണിയല്ല. ഈദ് ഗിഫ്റ്റ് അല്ലേ മാമിക്ക്? ഈദ് മുബാറക്. മൈലാഞ്ചി ഇട്ടു. അതെ കാണിച്ചു കൊടുക്കണ മൈലാഞ്ചി. ഇടി അവരെയും കൂടി കാണിക്കടി. ഷെസില് അവിടെ നടക്കണമെന്നില്ലല്ലോ. ആ ചെമ്മീൻ ബിരിയാണി, അൽഫാം ചിക്കൻ, തൈര്, അച്ചാറ്, നാരങ്ങ അച്ചാർ, പുതിന ചമ്മന്തി ആൻഡ് ഇഞ്ചിക്കറി. ഉമ്മച്ചിയുടെ സ്പെഷ്യൽ ഇഞ്ചിക്കറി.
ഈദായിട്ട് ഉമ്മച്ചി സ്പെഷ്യലായിട്ട് നമുക്ക് ചെമ്മീൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളൊരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചിരുന്നത്. വാപ്പച്ചിക്ക് ഷോപ്പ് ഓപ്പൺ ചെയ്യണമായിരുന്നു, അതുകൊണ്ട് തന്നെ വാപ്പച്ചിക്ക് വരാൻ പറ്റിയില്ല കേട്ടോ ഇന്ന്. അപ്പോൾ വാപ്പച്ചിനെ ശരിക്കും മിസ് ചെയ്തു കേട്ടോ. നമ്മളപ്പോൾ പോയത് സൾഫർ വാദിയിലോട്ടാണ് കേട്ടോ. അങ്ങനെ പേര് മാത്രം കേട്ടിട്ടുള്ളൂ, അങ്ങനെ അറിയില്ലായിരുന്നു എന്താ സ്ഥലം എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. വെള്ളം തന്നെ ഉണ്ടാകുമോ എന്ന് തന്നെ ഒരു ഡൗട്ടായിട്ടാണ് പോയത്. നമ്മൾ പോയ വഴി തന്നെ ഒരുമാതിരി വഴിയൊക്കെ ആയിരുന്നു. ഗൂഗിൾ മാപ്പ് വഴി നോക്കി പോയതാണ്. ഭയങ്കര ഒരു എന്താ പറയുക, മലയുടെ ഒക്കെ ഇടയിൽ കൂടിയാണ് നമ്മൾ പോയത്. അങ്ങനെ അവിടെ എത്തി, നല്ല കാറ്റൊക്കെ ഉള്ള നല്ലൊരു കാലാവസ്ഥയായിരുന്നു. നമ്മൾ വണ്ടി അവിടെ മുകളിൽ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കുറച്ച് നടക്കണമായിരുന്നു. പിന്നെ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഹീൽസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ചെരുപ്പൊക്കെ ഊരിയിട്ടാണ് നടന്നിരുന്നത് കല്ലുമ്മ കൂടെ. അങ്ങനെ നമ്മൾ നടന്ന് അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച നല്ല സൂപ്പറായിരുന്നു കേട്ടോ. കാരണം അത്ര ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഫുൾ വൈറ്റ് കളറാണ് കേട്ടോ വാദി. ശരിക്കും നമ്മൾ പറയായിരുന്നു കുമ്മായൊക്കെ കലക്കി വെച്ചേക്കാണോ എന്നൊക്കെ ഇന്ന് പറയായിരുന്നു. അത്ര നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് കുറേ നേരം ഇരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ പോകുന്നുണ്ടായിരുന്നു. കല്ല് പറക്കുന്നുണ്ട്. 2 കള്ളന്മാർ, 2 അല്ല 3 കള്ളന്മാർ. ഇതെന്തിനാ കല്ല്? മണി പ്ലാന്റിന്റെ കടക്ക് മദ്യം വെച്ചി ബാ. ഇവിടെ നല്ല ഭംഗിയുള്ള കല്ലുകളൊക്കെ ഉണ്ട്. മറ്റേ അക്കോറത്തിലൊക്കെ ഇടാൻ പറ്റിയ കല്ലുകളാ അല്ലേ? എവിടെ നോക്കട്ടെ കല്ല് കാണിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്ര നല്ലൊരു പ്ലേസ് ആയിരിക്കുന്നു. അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. അവിടെ കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു വരുമ്പോഴായാലും കുറേ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. മലയാളീസിനെ കുറേ പേരെ കണ്ടു കേട്ടോ അവിടെ നിന്ന്. നമ്മൾ പിന്നെ ചായയൊക്കെ കുടിച്ച് നേരെ പോയത് അവിടെ അടുത്തൊരു ഷോപ്പിലോട്ടാണ്. പോകുന്ന വഴിക്ക് ഒരു ഷോപ്പ് കണ്ടപ്പോൾ അങ്ങനെ കയറിയതാണ്. നമുക്ക് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. എനിക്കും ഇത്താത്താക്കും സെയിം ആയിട്ടുള്ളൊരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യാമെന്ന് കുറച്ചായി വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ പോയതായിരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അവിടെ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഡ്രസ്സ് മുൻപ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഡ്രസ്സൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് വീട്ടിലോട്ട് പോവുകയുണ്ടായത്. 207 kilometers. It looks like a ice cream girl now, right? Melon. Unicorn, my. Unicorn. This is all but the വീട്ടിലെത്തിയിട്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു, ഒന്ന് കിടന്നു കേട്ടോ. പക്ഷെ ഉറക്കം വരുന്നുണ്ടായില്ല. പക്ഷെ ഇത്താത്തയും ഇക്കാക്കിയൊക്കെ ഉറങ്ങിയിരുന്നു. ഇത്താത്ത ഒരു ഉറക്കം കഴിഞ്ഞിട്ട് എണീറ്റ മുഖമാണ് ആ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് നല്ല വിശക്കണു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ 3 ആളും കൂടി അവിടെ ഇരുന്ന്, ഉമ്മച്ചിയും വാപ്പിച്ചും ഉണ്ട് കേട്ടോ. ഉമ്മച്ചിയും വാപ്പിച്ചിയും അപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. വാപ്പിച്ചി വന്നപ്പോൾ ലേറ്റായി ഷോപ്പിൽ നിന്ന്. അപ്പോൾ നമ്മൾ ആ ഒരു 2 മണി 3 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടോ. ആ നേരത്താണ് മിച്ചറും ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞൊരു നല്ലൊരു രസമായിരുന്നു കേട്ടോ. അത് നമ്മളിങ്ങനെ എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടി കൂടുമ്പോൾ അതൊരു വേറൊരു വൈബ് തന്നെയാണ്. നമ്മൾ ഈ ഒരു ഈദ് അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. ഫാമിലി ആയിട്ട് നല്ലൊരു ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.